ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെട്ടിനാട് മഷ്റൂം ഗ്രേവിയാണ്. അതിന് വേണ്ടത് മഷ്റൂം വന്നിട്ട് ഞാൻ ഒരു 400 ഗ്രാം മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ അതിന് ചെയ്യാനായിട്ട് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, 1 കപ്പ് തേങ്ങ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 ഉണക്കമുളക്, ഒരു 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ കൊത്തമല്ലി, പിന്നെ പട്ട, ലവംഗം, ഏലക്കായ്, ജീരകം, പിന്നെ പെരിഞ്ജീരകപ്പൊടി, ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന് ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ. തക്കാളി. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രേവി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കാം. ആദ്യം തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കണം തവയിൽ. തവ ചൂടായ ഉടനെ പിന്നെ നമുക്ക് 2 ഏലക്ക, പട്ട ചെറിയ 2 കഷ്ണം, പിന്നെ 2 ഗ്രാമ്പു. ഇതൊന്ന് നല്ലപോലെ ഇതായ ഉടനെ ചൂടായ ഉടനെ നമുക്ക് കൊത്തമല്ലി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉണക്ക കൊത്തമല്ലിയാണ്, 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയ ഉടനെ ഒരു 5 വറമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായ ഉടനെ ഒരു 2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒന്ന് ചൂടായ ഉടനെ ജീരകം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ പെരിഞ്ജീരകം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ പൊടി ആയതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇല്ലെങ്കിൽ ഞാൻ പൊടി ഇട്ട് കൊടുത്തു. ഞാൻ പൊടിച്ച് വെച്ചതുകൊണ്ട് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിന് 1 കപ്പ് തേങ്ങ, അതിൻ്റെ ഇതൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായാൽ മതി, അതിൻ്റെ ഈറപ്പശ ഒന്ന് പോവാനാണ്. ഈറപ്പശയൊന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആറിയ ഉടനെ നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം നല്ലപോലെ പേസ്റ്റാക്കി അരച്ച് എല്ലാം ചേർത്ത് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തവ വെച്ചിട്ടുണ്ട്. തവ ചൂടായ ഉടനെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ നോക്കാം. എണ്ണ 1 സ്പൂൺ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. പട്ട, ഏലക്കായ് 2 എണ്ണം, ഗ്രാമ്പു 3, ഇത് 3 ഇട്ടു. ഒന്ന് ചൂടായ ഉടനെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. ഉള്ളി ഒന്ന് മൂത്ത ഉടനെ, ആ പച്ചവാസന ഒന്ന് പോയ ഉടനെ
പോകാൻ വേണ്ടി ഒന്ന് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്ന് ആ സ്മെല്ല് പോയ ഉടനെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നാലേ ഇത് നല്ലപോലെ വഴണ്ടി കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച്. നല്ലപോലെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നല്ലപോലെ വെന്ത് വേവണം. നല്ലപോലെ പേസ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചതിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഷ്റൂം ഇടുമ്പോൾ മഷ്റൂമിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ട് അതിൽ. നല്ലപോലെ തിളച്ച് അതിൻ്റെ സ്മെല്ല് പോണവരെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 നിമിഷം വേവിക്കാൻ വയ്ക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഈ മഷ്റൂമിൽ തന്നെ വെള്ളം ഒരുപാട് വരും. നമ്മൾ ആ കഴുകി വെച്ച ഈ ജാറിൽ ഒരിത്തിരി വെള്ളം മാത്രം കഴുകിയിട്ട് ഒഴിക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 3 നിമിഷം അല്ലെങ്കിൽ ഒരു 4 നിമിഷം അടച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. A few minutes later. അപ്പം ഒരു 5 നിമിഷം നല്ലപോലെ വേവിച്ച ഉടനെ കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും മഷ്റൂമിൽ ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്രേവി കറക്റ്റായിട്ട് കിട്ടി. നല്ല അടിപൊളി ചെട്ടിനാട് മഷ്റൂം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഒത്തിരി കൊത്തമല്ലി ഇല കുറച്ച് തൂവി കൊടുക്കാം.
സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ചെട്ടിനാട് മഷ്റൂം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. ഇനി നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.